ഭോപ്പാലിലെ നരവംശശാസ്ത്ര മ്യൂസിയത്തിൽ പരമ്പരാഗത കേരളീയ വീടുകളുടെ മാതൃകകൾ തീർക്കാനുള്ള ഓലയും തെങ്ങിൻ തടികളും എത്തിക്കുന്നത് പടന്നയിൽ നിന്ന്. മെടഞ്ഞ 10,000 ഓലകളും ഒപ്പം 30 തെങ്ങിൻ കഴുക്കോലുകളുമാണ് പടന്നയിൽ നിന്നും ഭോപ്പാലിലേക്ക് കയറ്റി അയച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഭോപ്പാലിലുള്ള നരവംശശാസ്ത്ര മ്യൂസിയമായ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഗ്രഹാലയത്തിലാണ് കേരളത്തിലെ പരമ്പരാഗത വീടുകളുടെ മാതൃകകൾ നിർമ്മിക്കുന്നത്. ഇവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടിലുകളും നാലുകെട്ടിന്റെ മാതൃകകളുമാണ് മ്യൂസിയത്തിൽ ഒരുക്കുക. നീലേശ്വരം ഇരിക്കുളത്തെ 10 കലാകാരന്മാരാണ് ഇവ നിർമ്മിക്കുന്നത്. House types across the India, original house types. We have also house types from Kerala and Nalakettu and Kissaman house. These Ola lips are being transported for renovation purpose in our museum. ऑल ओवर इंडिया के हाउस टाइप हमारे यहाँ पर बने हुए हैं, तो उसके लिए हम लोग लोकली जो मटेरियल होता है वहाँ से परचेस करके जो आर्टिस्ट होते हैं उनके माध्यम से उस मटेरियल को बनवाते हैं, तैयार कराते हैं. उस तैयार मटेरियल को आर्टिस्टों के माध्यम से ही हम लोग उसको रेनोवेशन और कंस्ट्रक्शन कराते हैं, जो ट्रेडिशनल हाउस टाइप होते हैं. इस तरीके से हमारे म्यूज़ियम में देश के लगभग 75 हाउस टाइप को हम लोगों ने प्रिजर्व करके उसको कंजर्वेशन करके रखा हुआ है. പടന്ന ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 30ഓളം സ്ത്രീ തൊഴിലാളികളാണ് ആവശ്യമായ ഓലകൾ മെടഞ്ഞു തീർത്തത്. ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഇവർ സമാഹരിച്ച് മെടഞ്ഞൊരുക്കിയ 10,000 ഓലകളും ഒപ്പം 30 തെങ്ങിൻ കഴുക്കോലുകളുമാണ് ഇവിടെ നിന്നും മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിലെ മ്യൂസിയത്തിലേക്ക് കയറ്റി അയച്ചത്. 50-ൽ പരം സ്ത്രീകൾ ശേഖരിച്ചിട്ടുള്ളതാണ് ഈ ഓലകളെല്ലാം. പടന്നയെന്ന് പറയുന്നത് കേരള നാട്ടിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സൈറ്റാണ് തെങ്ങിൻ കൃഷിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു കാലത്തെ വരുമാന മാർഗവുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഓലകളിൽ നിന്ന് ഭോപ്പാലിൽ നടക്കുന്ന എക്സിബിഷൻ ഗ്രൗണ്ടിൽ മത്സ്യത്തൊഴിലാളികളുടെ കുടിലുകളും അതേപോലെ തന്നെ 4 കെട്ട് മതിലുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഓലകളെല്ലാം ശേഖരിച്ച് കൊണ്ടുപോകുന്നത്. അവിടെ നടക്കുന്ന എക്സിബിഷനിൽ ഇതെല്ലാം സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിലും തൊഴിലാളികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ ആവശ്യമായ രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റും ഉപഹാരവുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ മനുഷ്യ പരിണാമത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കഥകൾ പറയുന്ന ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഗ്രഹാലയം ഭോപ്പാലിലെ ശ്യാമള ഹിൽസിൽ 200 ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന മ്യൂസിയമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.